ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിലാണ്. ഇത് ഹനോയിലെ 2ാം ദിവസം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് ഉച്ചഭക്ഷണം കഴിക്കുന്നിടത്ത് വെച്ചാണ്. ഈ എപ്പിസോഡിൽ ഹനോയിലെ 2ാം ദിവസത്തിൻ്റെ ഉച്ച കഴിഞ്ഞുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഹനോയിലെ പ്രസിദ്ധമായ ട്രെയിൻ സ്ട്രീറ്റും അതുപോലെ പ്രസിദ്ധമായ ബാദിൻ സ്ക്വയറിലെ മറ്റു കാഴ്ചകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. ചെറിയ മഴയുണ്ട്. ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാഹനം 2 വീലറാണ്. സ്ത്രീകളാണ് കൂടുതലും സ്കൂട്ടർ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ റെയിൻകോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ആളിനെയും വാഹനത്തിൻ്റെ മുൻഭാഗത്തെയും കവർ ചെയ്യുന്ന തരത്തിലാണ് റെയിൻകോട്ട് ഡിസൈൻ. വാഹനം കവർ ചെയ്യുന്ന ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. എന്തിനാണ് അങ്ങനെ മൂടുന്നതെന്നറിയില്ല. ഓരോരോ ബുദ്ധിയേ. യാത്ര തുടരുന്നു. ഒപ്പം ഗാനമേളയും. ഒരു വെറൈറ്റി ഗാനമേളയാണ്. ഒന്ന് കണ്ടോളൂ. നിന്നോട് ഞാനൊരു കിന്നാരം ചൊല്ലാമോ, കുയിലിനെ തേടി കൊതിച്ച് പായും മാര പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊരു കിന്നാരവും കാലമാക്കരയോ ഇക്കരയോ കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ. മനുഷ്യനെ സൃഷ്ടിച്ച ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. കണ്ണുനീർ കടലിലെ കളിമൺ വീടിത് ഞങ്ങൾക്കെന്തിനു തന്നു, എന്തിനീരും കടലിലെറിഞ്ഞു. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം സൃഷ്ടിച്ച് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. സ്വർഗത്തിൽ വന്നൊരു കനി നീട്ടി ഞങ്ങളെ കടലിലെറിഞ്ഞു, എന്തിനീ കടലിലെറിഞ്ഞു. ഓ ഓ ഓ ഓ ഓ കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാം കടലിൽ അക്കരയോ ഇക്കരയോ. കാവടിയാട്ടം മനസ്സിലെ അമ്പലത്തിൽ തേരോട്ടം, മാരമഹോത്സവത്തിൻ തേരോട്ടം. കണ്ണാടി പോലെ മിന്നും കാഞ്ചീപുരം സാരി ചുറ്റി, കണ്ണാടി പോലെ മിന്നും കാഞ്ചീപുരം സാരി ചുറ്റി, കഴുത്തിൽ മാല ചാർത്തി അന്നം പോൽ നീന്തി വരും നബിരാമീനിന്റെ ആരാമം ഒന്നു കാണാൻ മോഹമായി, എനിക്ക് മോഹമായി. കറ്റുപോയ കാവടിയാട്ടം, തങ്കമണി പീലിയാട്ടം, മനസ്സിന്റെ അമ്പലത്തിൽ തേരോട്ടം, മാരമഹോത്സവത്തിൻ തേരോട്ടം.
രജനീ കദംബങ്ങൾ മിഴിചിമ്മിയില്ല മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി തരും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ എന്നും അവളുടെ രാവുകൾ രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയില്ല രജനീ കദംബങ്ങൾ മിഴിചിമ്മിയില്ല മദനോത്സവങ്ങൾക്കു നിറമാൽ ചാർത്തി മരവും തനുവും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ എന്നും അവളുടെ രാവുകൾ ആരോ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പോ താഴമേലോ അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഹനോയ് ട്രെയിൻ സ്ട്രീറ്റിലെത്തി. ഈ ട്രെയിൻ സ്ട്രീറ്റ് ലോക പ്രശസ്തമാണ്. അതിന് കാരണം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഇത് ഈ കടയുടെ ഉള്ളിലൂടെയാണ് സ്ട്രീറ്റിലേക്ക് കടക്കുന്നത്. മഴയായതിനാൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഹോസ്റ്റ് ചെയ്യുന്ന കടക്കാർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്, പാളത്തിന് ഇരുവശത്തുമുള്ള കച്ചവടക്കാരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിനവർ ഒരു ഫീസ് ഈടാക്കുമെന്ന് തോന്നുന്നു. ഏതായാലും ട്രാക്കിന് ഇരുവശവും കസേരകളും മറ്റും ഇട്ടിട്ടുണ്ട്. അതിലിരുന്ന് ഈ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നത് കാണാം. നമ്മുടെ വളരെ അടുത്തുകൂടെയാണ് ട്രെയിൻ പോകുന്നത്. സൂക്ഷിക്കണം. നല്ല മഴയാണ്. ഉടൻ തോരുമെന്ന് തോന്നുന്നു. ഇവിടെ മഴ ഇങ്ങനെയാണ്, എപ്പോൾ വരും എപ്പോൾ പോവും എന്നൊന്നും ഒരു ഉറപ്പുമില്ല. ഇത് വളരെ വീതി കുറഞ്ഞ ഒരു ട്രെയിൻ ബൈപ്പാസാണ്. ട്രാക്കിന് ഇരുവശവും കെട്ടിടങ്ങൾ പാളത്തിന് വളരെ അടുത്തായാണുള്ളത്. 1902 ഫ്രഞ്ച് കാലത്താണ് ഈ ട്രാക്ക് ഇവിടെ പണിതത്. ഹനോയിയെയും ഹോച്ചിമിൻ സിറ്റിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രാക്കാണിത്. ഇപ്പോൾ ഇത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടെയായി. ഈ ലൈനിൽ ഇവിടമാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നിടം. NG 222 ഡീലെ ദ്വാൻ, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതുപോലെ 223, 224 തുടങ്ങിയ പേരുകളിലുള്ള സ്ഥലത്തും ധാരാളം ടൂറിസ്റ്റുകൾ എത്താറുണ്ട് ട്രെയിൻ കടന്നു പോകുന്നത് കാണാൻ. ഒരു ട്രെയിൻ പോകുന്നത് കാണുന്നതിന് ഒരു ടൂറിസം അട്രാക്ഷനാക്കി എടുത്തെടുത്താണ് ഇവരുടെ മിടുക്ക്. വന്ന പാടെ ആവശ്യക്കാർക്കെല്ലാം ഓരോ ബിയർ സൗജന്യമായി നൽകി. ഇനി മറ്റെന്തെങ്കിലും വേണമെങ്കിൽ കാശ് കൊടുക്കണം. ഇവിടം തിരഞ്ഞെടുത്തതിനുള്ള പാരിതോഷികമാണ് ആ ബിയറും ഈ ഇരിപ്പിടങ്ങളും എന്ന് തോന്നുന്നു. ബിയർ മാത്രമല്ല, എന്തും കിട്ടും ഇവിടെ. ഇവിടെ ഈ ട്രാക്കിന് ഇരുവശത്തുമുള്ള എല്ലാ കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇതൊരു ചേരിയായിരുന്നിരിക്കും. ഇപ്പോൾ ഈ കെട്ടിടങ്ങളുടെ മുകൾ നിലയിൽ താമസവും താഴെ കച്ചവട സ്ഥാപനങ്ങളുമായി മാറി. എത്ര പേരാണ് ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നതെന്ന് നോക്കൂ. നമ്മുടെ നാട്ടിലും ഇത്തരം ചേരികളുണ്ട്. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം.
റെസ്റ്റോറൻറ്റുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, സോവനീറുകൾ വിൽക്കുന്ന കടകളും ധാരാളമായി ഇവിടെയുണ്ട്. ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 3 മണിയായി. സാധാരണ വൈകുന്നേരം 3 മണിക്കും 7 മണിക്കും ഓരോ ട്രെയിൻ സർവീസുകളുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ പരമാവധി 7 ട്രെയിൻ വരെ ഓടുന്നുണ്ട് ഈ ട്രാക്കിലൂടെ. നമ്മളോടൊപ്പമുള്ളവർ പലതും വാങ്ങി പരീക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ എഗ് കോഫി വളരെ സ്പെഷ്യലാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രകാരം പലരും വാങ്ങി കുടിക്കുന്നു. നല്ല അഭിപ്രായം പറയുന്നു. ഇവിടെ ട്രാക്കിൽ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഈ ക്രോസിങ്ങിന് ഇരുവശത്തുമായാണ് ഈ ട്രെയിൻ സ്ട്രീറ്റ് രൂപപ്പെട്ടിട്ടുള്ളത്. കോഫി 222 ട്രെയിൻ സ്ട്രീറ്റ്, അതാണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. അതിവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കടകൾക്ക് മുന്നിലുള്ള ഈ കനോപ്പികൾ ട്രെയിൻ വരുമ്പോൾ മാറ്റും. അതുപോലെ ട്രാക്കിൽ ഇറക്കി വെച്ചിട്ടുള്ള കച്ചവട സാധനങ്ങളും ആ സമയത്ത് ഇവിടെ നിന്നും മാറ്റും. കച്ചവടത്തിന് ഭാഷ ഒരു തടസ്സമല്ലെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ധാരാളം വിദേശികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ നിന്നോ മറ്റുള്ള ഒരു ടീമാണെന്ന് തോന്നുന്നു. ഈ രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും ചിഹ്നവും ഒക്കെ എവിടെയും കാണാൻ കഴിയും. ട്രെയിൻ വരുന്നത് വരെ ഫോട്ടോ എടുക്കലാണ് ഇവിടെ എത്തുന്ന മിക്ക ടൂറിസ്റ്റുകളുടെയും വിനോദം. അതിൽ നമ്മളും ഒട്ടും മോശമല്ല. ടൂറിസ്റ്റുകളുടെ ബാഹുല്യത്താലും തദ്ദേശീയരുടെ അശ്രദ്ധയും കാരണം ഇവിടെ പലപ്പോഴും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തുടർച്ചയായി അപകടം സംഭവിച്ചപ്പോൾ 2019 ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ സന്ദർശനം സർക്കാർ നിരോധിച്ചു. അത് ഇതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന ആയിരങ്ങളെ ബാധിച്ചു. അത് മനസ്സിലാക്കിയ സർക്കാർ 2023 മുതൽ ഇവിടം ടൂറിസ്റ്റുകൾക്കായി വീണ്ടും തുറന്നുകൊടുത്തു. ട്രെയിൻ വരുന്ന സമയമായി. കടകൾക്ക് മുമ്പിലുള്ള കനോപ്പികൾ ചുരുട്ടി മാറ്റി തുടങ്ങി. ഇനി ഏത് നിമിഷവും ട്രെയിൻ വരും. പാളത്തിൽ ഇപ്പോഴും ആളുകൾ നിൽപ്പുണ്ട്. ട്രെയിൻ വരുന്ന മുന്നറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് എല്ലാവരും മാറും. കാണുമ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് കുറച്ച് അകലെയാണ് ട്രാക്ക് എന്ന് തോന്നുമെങ്കിലും വളരെ അടുത്തുകൂടെയാവും ട്രെയിൻ പോകുന്നത്. ഞങ്ങളിപ്പോഴുള്ളത് ഞങ്ങൾക്കായി ബുക്ക് ചെയ്തിട്ടുള്ള ഇരിപ്പിടത്തിൻ്റെ എതിർവശത്താണ്. ഇവിടെ ഈ ഇരിപ്പിടവും പാളവുമായുള്ള അകലം ഒരടി പോലുമില്ല. ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും പ്രായമായവർ മാറണമെന്നും ഒരു ലേഡി വന്ന് ഞങ്ങളെ ഉപദേശിച്ചു. ഞാൻ വളരെ ചെറുപ്പമായതിനാലും ഇവിടെ ഇരുന്നാൽ ശരിയായി ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയതിനാലും
അവർ പറഞ്ഞത് മനസ്സിലാകാത്തതുപോലെ ഞങ്ങൾ കുറച്ചുപേർ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. സമയം 3:26. ട്രെയിൻ ഉടൻ എത്തുമെന്ന് അറിയിപ്പ് വന്നു. ഇതിനിടയിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സ്കൂട്ടർ തരപ്പെടുത്തി നാട്ടുകാരനെ പോലെ ഇവിടെ എത്തി. ഇതെങ്ങനെയാണ് ഇവിടെ ഇരിക്കേണ്ടത്? കാലുകൾ ഒതുക്കി ചരിഞ്ഞിരിക്കണം. അതെന്തിനാണെന്ന് ഉടനെ മനസ്സിലാകും. അതാ ആ വളവ് തിരിഞ്ഞാണ് ട്രെയിൻ വരുന്നത്. അതൊരു കാഴ്ച തന്നെയാവും. ട്രാക്കിൽ ഇപ്പോഴും ആൾക്കൂട്ടമുണ്ട്. ട്രെയിൻ വരുന്ന മുന്നറിയിപ്പ് ബെല്ലും അറിയിപ്പും വന്നു. ട്രെയിനിൻ്റെ ഹോൺ കേട്ടു തുടങ്ങി. എന്നിട്ടും ട്രാക്കിലൂടെ നടക്കുന്നവരുണ്ട്. ഇതൊക്കെയാണ് അപകടത്തിന് കാരണമാകുന്നത്. അതാ വരുന്നു ട്രെയിൻ. ശ്വാസം പിടിച്ചിരുന്ന ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ആഹ്ലാദം. അത്ര അടുത്തുകൂടെയാണ് ട്രെയിൻ പോയത്. ഞാൻ കരുതിയത് ഇവിടെ സ്പീഡ് കുറച്ചാവും ട്രെയിൻ പോകുന്നതെന്നാണ്. പക്ഷെ നല്ല സ്പീഡിലായിരുന്നു ട്രെയിനിൻ്റെ പോക്ക്. ഇവിടെ ഇത്രയുമാണ് ട്രെയിനും നമുക്കും ഇടയിലുണ്ടായിരുന്ന അകലം. ട്രെയിൻ സ്ട്രീറ്റിൽ നിന്നും തിരികെ കിട്ടിയ ജീവനം കൊണ്ട് മടങ്ങുകയാണ്. ട്രെയിൻ ഓടുന്നത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു അനുഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്പെഷ്യലായതും. ഇതൊരു പപ്പറ്റ് ഷോ തിയേറ്ററാണ്. ഇപ്പോൾ നമ്മളുള്ളത് ബാദിൻ സ്ക്വയറിലെ ഒരു ലേക്കിനടുത്താണ്. ഈ ലേക്കിൻ്റെ പേര് ഹോൻഗിങ് ലേക്ക് എന്നാണ്. ഇതാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ട ആ ലേക്ക്. ഇതിനെ സോഡി ലേക്ക് എന്നും വിളിക്കുന്നു. നമ്മളിപ്പോഴുള്ളത് ലേക്കിൻ്റെ നോർത്ത് സൈഡിലാണ്. ഈ ലേക്കിനെ ചുറ്റിയാണ് ഇവിടെ നഗരം രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം ആ കാണുന്ന ബ്രിഡ്ജും അതിനപ്പുറമുള്ള ഒരു ടെമ്പിളുമാണ്. നോക്സൺ ടെമ്പിൾ, അതാണ് ആ ടെമ്പിളിൻ്റെ പേര്. 1864 ആ ക്ഷേത്രം അവിടെ പണിതത്. ആ ബ്രിഡ്ജിലൂടെ കടന്ന് ക്ഷേത്രത്തിൽ പോകുന്നതിന് എൻട്രി ഫീ ഉണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ പേര് ഹ്യൂ ബ്രിഡ്ജ് എന്നാണ്. 1865 ഇതിവിടെ കമ്മീഷൻ ചെയ്തത്. അതിനുശേഷം 2 പ്രാവശ്യം ഇത് പൂർണ്ണമായും പൊളിച്ച് പുതിയത് നിർമ്മിക്കേണ്ടി വന്നു. 1897 1953 1952 ന്യൂ ഇയർ പാർട്ടി നടക്കുന്ന സമയത്ത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിഡ്ജ് പൂർണ്ണമായും പൊളിഞ്ഞു വീണു. അതിനെ തുടർന്ന് 1953 പുനർനിർമ്മിച്ചതാണ് ഈ കാണുന്ന ബ്രിഡ്ജ്. ഇത് പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജായിരുന്നു. എന്നാൽ 1953 പുനർനിർമ്മാണ സമയത്ത് ബ്രിഡ്ജിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് ആക്കിയാണ് പുനർനിർമ്മിച്ചത്. 1887 പുനർനിർമ്മാണത്തിന് കാരണം അതിനു മുമ്പുണ്ടായ ഒരു തീപിടുത്തമായിരുന്നു. ആ തീപിടുത്തത്തിൽ 2 കുട്ടികൾ വെന്തു മരിച്ചു. 15 സ്പാനുകളാണ് ഈ ബ്രിഡ്ജിനുള്ളത്. 32 തൂണുകൾ, അതായത് 2 വീതമുള്ള 16 തൂണുകൾ. ഈ ബ്രിഡ്ജിൽ അടിച്ചിരിക്കുന്ന പെയിന്റ് വെർമില്യൺ റെഡ് കളർ പെയിന്റാണ്.
ഈ ബ്രിഡ്ജിന് ഈ കളർ പെയിന്റ് മാത്രമേ അടിക്കാറുള്ളൂ. ഇവിടം ലേക്കിൻ്റെ നോർത്ത് ഭാഗമാണ്. ഈ ഹോൻകിൻ ലേക്ക് ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഈ ലേക്കിൻ്റെ ആകെ വിസ്തീർണം 12 ഹെക്ടറാണ്. 700 മീറ്റർ നീളവും 250 മീറ്റർ വീതിയുമുണ്ട് ലേക്കിന്. ഹോൻകിൻ തടാകത്തിൻ്റെ പരമാവധി ആഴം 2 മീറ്ററും ആവറേജ് ആഴം 1.2 മീറ്ററുമാണ്. അതായത് ആഴം കുറഞ്ഞൊരു തടാകമാണിത്. ഇതിലെ വെള്ളത്തിന് പച്ച നിറമാണുള്ളത്. അതുകൊണ്ട് ഇതിനെ ഗ്രീൻ വാട്ടർ ലേക്ക് എന്ന് അർത്ഥമുള്ള പോലൂക് തങ് എന്നും വിളിച്ചു വരുന്നു. ഈ തടാകം ഉണ്ടായതിനെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ ഇവിടെ പ്രചാരത്തിലുണ്ട്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ. കേരളം ഉണ്ടായത് പരശുരാമൻ മഴ എറിഞ്ഞാണ് എന്ന് പറയുന്നത് പോലെ ഈ തടാകം നിർമ്മിച്ചത് ഒരു രാജാവ് തൻ്റെ മാന്ത്രിക വാൾ ഉപയോഗിച്ചാണ് എന്നതാണ് ഒരു ഐതിഹ്യം. ഇവിടെ കേരളത്തിന് പകരം തടാകവും മഴുവിന് പകരം വാളും, ബാക്കിയെല്ലാം സെയിം. നമ്മുടെ ഐതിഹ്യത്തിലെ നായകൻ പരശുരാമനാണെങ്കിൽ ഇവിടുത്തെ നായകൻ്റെ പേര് പറയാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് പേര് പറയാതെ രാജാവെന്ന് പറഞ്ഞത്. പേരറിയണമെന്ന് വാശിയുള്ളവർ വിക്കിപീഡിയ പോലുള്ള മീഡിയങ്ങളും തപ്പുക. ഇവിടെ നമ്മുടെ കൂടെയുള്ളവർക്ക് 2 കുട്ടികളെ കിട്ടി. സുന്ദരിമാരായ 2 കുട്ടികൾ. അവർ ഇങ്ങോട്ട് പരിചയപ്പെട്ടതാണെന്നും ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച് തുള്ളിച്ചാടി എന്നും കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു എന്നുമാണ് പറയുന്നത്. ഏതായാലും കുട്ടികൾ ത്രില്ഡാണ്. കണ്ടോളൂ. Vietnam tour and raise your hand and wave. That's right. Hello Vietnam tour. Yeah. 1, 2, 3. ഹലോ വിയറ്റ്നാം. We are from India. Okay, thank you so much. Vietnam tour. 1, 2, 3. കഷ്ടിച്ച് ഇംഗ്ലീഷ് പറയും. ഞങ്ങളും അവർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ആ കുട്ടികൾ അവിടെ പഠിക്കുന്ന കുട്ടികളാണെന്നും ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ ഇറങ്ങിയതാണെന്നും പറഞ്ഞു. ഇത് യൂട്യൂബിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ എക്സൈറ്റഡ് ആയി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്താണ് അവർ യാത്ര പറഞ്ഞു പോയത്. ഏതായാലും ഈ വീഡിയോ അവർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ആ ബ്രിഡ്ജിലേക്കുള്ള എൻട്രൻസ് ഗേറ്റിൻ്റെ മുൻഭാഗം. വളരെ വിശാലവും വെൽ പ്ലാൻഡും ആണ് ഇവിടം. പ്രവേശന കവാടം ഗംഭീരം തന്നെ. ധാരാളം ആളുകൾ കവാടത്തിനപ്പുറത്തുള്ള ബ്രിഡ്ജിലും കവാടത്തിനിപ്പുറത്തും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ കുറെ സൈക്കിൾ റിക്ഷകൾ നിരത്തിയിട്ടിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഒരു നിശ്ചിത തുക നൽകിയാൽ ഇതിൽ കയറി തടാകത്തിന് ചുറ്റിലുമായി സഞ്ചരിക്കാം. ടൂറിസ്റ്റുകൾ ധാരാളമായി കയറുന്നുണ്ട്. ആ കെട്ടിടത്തിന് മുകളിൽ കാണുന്നത് റിയൽ ട്രീ ആണ്. സമ്മതിച്ചു, ഇവർ പച്ചപ്പിനെ വളരെയേറെ സ്നേഹിക്കുന്നവരാണ്. നടന്ന് മറുവശത്തെത്തി. 10 ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് അസോസിയേറ്റഡ് 10 ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് അസോസിയേറ്റഡ് ഹിസ്റ്ററി ഓഫ് വിയറ്റ്നാം എന്നാണ് എഴുതിയിരിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. ഇതിവിടുത്തെ ഒരു പ്രധാന സിറ്റാഡലുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്കൾപ്ചറാണ്. നല്ലപോലെ ഓടുന്നുണ്ട് സൈക്കിൾ റിക്ഷകൾ. എപ്പോഴും തിരക്കാണ്. ഒരു ടീമിനെ ഇറക്കിയ ഉടൻ അടുത്ത ടീം കയറും. ഇതിവിടെയുള്ളവരുടെ നല്ലൊരു വരുമാന മാർഗമാണ്.
രാജ്യത്തിനായി മരിച്ചവരുടെ സ്മരണയ്ക്കായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണിത്. ആ വിയറ്റ്നാം ഭാഷയിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ഇങ്ങനെയാണ്: ഡിറ്റർമിൻഡ് ടു ഡൈ ഫോർ ദി കൺട്രി. ആ ഇടതുവശത്ത് കാണുന്ന ബോർഡ് സ്വാതന്ത്ര്യത്തിൻ്റെ 70ാം വാർഷികത്തെ സൂചിപ്പിക്കുന്നതാണ്. 17th ആനിവേഴ്സറി ഓഫ് ലിബറേഷൻ ഡേ, 10/10/1954 to 10/10/2024 എന്നാണ് ആ എഴുതിയിരിക്കുന്നത്. ധീരദേശാഭിമാനികൾക്ക് സല്യൂട്ട്. നമ്മളോടൊപ്പമുള്ള തര്യൻ സാറും സജിമൻ സാറും സൈക്കിളിൽ ഒരു റൗണ്ട് കഴിഞ്ഞ് തിരികെ എത്തി. സജിമോൻ സാറും VSSCയിൽ നിന്ന് VRS വാങ്ങി റിട്ടയർ ചെയ്ത ഒരു ഉയർന്ന ശാസ്ത്രജ്ഞനാണ്. ഇപ്പോഴത്തെ VSSC ചെയർമാൻ്റെ സഹപാഠിയും സഹപ്രവർത്തകനുമായിരുന്നു. അതിൽ നിന്നും ആരായിരുന്നു ഇദ്ദേഹം എന്ന് ഊഹിക്കാമല്ലോ. ഞങ്ങളും സൈക്കിൾ രക്ഷ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. 2 പേർക്കിരുന്ന് പോകാവുന്ന ഒരു സൈക്കിളിൽ ഒരു റൗണ്ട് വരുന്നതിന് ഇവിടുത്തെ 100 രൂപയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ കയറിയപ്പോൾ 200 രൂപ വീതം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 100 രൂപ വീതമാണ് നേരത്തെ ഞങ്ങളോട് പറഞ്ഞതെന്ന്. അവർ സമ്മതിച്ചു. ഇവിടെ ഇത് അറേഞ്ച് ചെയ്ത് വിടുന്നത് ഏജന്റുമാരാണ്. ഏതെങ്കിലും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയോ മറ്റോ ആയിരിക്കും ഇത് നടത്തുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഇതിനൊരു പ്രൊഫഷണൽ സ്വഭാവം കാണുന്നു. ഇനി ഒരു 10-20 മിനിറ്റ് യാത്ര കാണും. അതുവരെ ഹനോയിയെക്കുറിച്ച് പറയാം. ഈ ഇടതുവശത്ത് കാണുന്ന ബസ് സിറ്റി ടൂർ നടത്തുന്ന ഒരു ഡബിൾ ടക്കർ ബസ്സാണ്. ആ കാണുന്നത് ഇവിടെയുള്ള കോഫി ക്ലബ്ബാണ്. കോഫി ക്ലബ്ബ് പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റ് ശൃംഖലയാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തടാകത്തിന് ചുറ്റിലുമായാണ്. ഇവിടം ഹനോയ് സിറ്റിയുടെ മധ്യഭാഗമാണ്. ഹനോയ് സിറ്റിയുടെ ഓൾഡ് ക്വാർട്ടറിൽ പെട്ടതാണ് ഈ ഇവിടം. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ് ഹനോയ്. ഹനോയ് വിയറ്റ്നാമിൻ്റെ 2ാമത്തെ വലിയ സിറ്റിയാണ്. ഹനോയ് എന്ന വാക്കിനർത്ഥം ഇൻസൈഡ് ദ റിവർ എന്നാണ്. ഈ ഹനോയ് സിറ്റി 2 റിവറുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒന്ന് റെഡ് റിവറും മറ്റൊന്ന് ബ്ലാക്ക് റിവറും. ഹനോയ് മുനിസിപ്പാലിറ്റിയിൽ 12 അർബൻ ഡിസ്ട്രിക്റ്റുകളും 17 റൂറൽ ഡിസ്ട്രിക്റ്റുകളുമാണ് ഉള്ളത്. കൂടാതെ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ടൗണും ഇതിൽ ഉൾപ്പെടുന്നു. ഹനോയ് സിറ്റിയുടെ ആകെ വിസ്തീർണം 3360 സ്ക്വയർ കിലോമീറ്ററാണ്. ജനസംഖ്യ 85,87,100. ഇതൊരു പുരാതന നഗരമാണ്. 3ാം നൂറ്റാണ്ടിലാണ് ഈ നഗരം സ്ഥാപിക്കപ്പെട്ടത്. അന്നിവിടം
ചൈനീസ് ഭരണത്തിൻ ക്രമത്തിലായിരുന്നു. 1000 വർഷത്തോളം ആ ഭരണം തുടർന്നു. 1802 അന്നത്തെ ഭരണാധികാരി വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഹ്യൂയിലേക്ക് മാറ്റി. ആയിരത്തി 1831 ഈ സ്ഥലത്തിന് ഹനോയ് എന്ന് പേരിട്ടത്. അന്നിവിടെ ഭരിച്ചിരുന്നത് ഫ്രഞ്ചുകാരാണ്. വിയറ്റ്നാമിൻ്റെ അന്നത്തെ പേര് ഫ്രഞ്ച് ഇൻഡോ ചൈനീസ് എന്നായിരുന്നു. ആയിരത്തി 1949 ആഗസ്റ്റ് വിപ്ലവാനന്തരം നങ്യാൽ രാജവംശം പുറത്താവുകയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം DRV അധികാരത്തിലെത്തുകയും ചെയ്തു. 1949 മുതൽ 1954 വരെ ഇവിടം സ്റ്റേറ്റ് ഓഫ് വിയറ്റ്നാമിൻ്റെ ഒരു ഭാഗമായിരുന്നു. 1976 യൂണിഫോംഡ് വിയറ്റ്നാം എന്ന രാജ്യം നിലവിൽ വന്നതോടുകൂടി ഇവിടം വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായി മാറി. 2008 വിയറ്റ്നാമിലെ കൂടുതൽ സ്ഥലങ്ങൾ കൂടി ഹനോയ് സിറ്റിയോട് ചേർത്ത് ഹനോയ് സിറ്റിയുടെ വലിപ്പം 3 ഇരട്ടിയാക്കി മാറ്റി. ഈ ഹനോയ് സിറ്റിയിൽ മറ്റു രാജ്യങ്ങളുടെ 78 എംബസികൾ പ്രവർത്തിക്കുന്നുണ്ട്. പീപ്പിൾസ് ആർമി ഓഫ് വിയറ്റ്നാമിൻ്റെ ഹെഡ്ക്വാർട്ടറും ഈ സിറ്റിയിലാണ്. ഇവിടം ഒരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടെയാണ്. 18.7 മില്യൺ തദ്ദേശീയരും വിദേശികളുമായ സഞ്ചാരികളാണ് 2022 ഇവിടം സന്ദർശിച്ചതെന്നാണ് കണക്ക്. ഇവിടെയുള്ള പ്രധാന അട്രാക്ഷൻസ് ഹോച്ച്മൻ മുസോളിയവും 1 മില്ലർ പഗോഡയും ഇമ്പീരിയൽ സിറ്റാഡൽ ഓഫ് തങ് തോങ്, സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ, ഹോൻ കിം ലേക്ക്, വെസ്റ്റ് ലേക്ക് തുടങ്ങിയവയാണ്. ഹനോയ് സിറ്റിയെ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓൾഡ് ക്വാർട്ടർ എന്നും ഫ്രഞ്ച് ക്വാർട്ടർ എന്നും. ഇവിടം ഓൾഡ് ക്വാർട്ടറാണ്. ഹനോയ് സിറ്റിയിൽ സ്ട്രീറ്റുകളും റോഡുകളുമായി 1370 റോഡുകളാണുള്ളത്. ഇവയുടെ ആകെ നീളം ഏകദേശം 3000 കിലോമീറ്റർ ഉണ്ടാവും. അതുപോലെ 573 ബ്രിഡ്ജുകളും ഈ സിറ്റിയിലുണ്ട്. 1999 ജൂലൈ 16 യുനെസ്കോ ഈ സിറ്റിയെ സിറ്റി ഓഫ് പീസ് ആയി പ്രഖ്യാപിച്ചു. ഏഷ്യ പസഫിക്കിലെ ഏക സിറ്റി ഓഫ് പീസാണ് ഈ സിറ്റി.
ഇപ്പോൾ നമ്മളുള്ളത് നംചുങ് സ്ട്രീറ്റിലാണ്. സമയം രാത്രിയായി. ആ കാണുന്നത് ഇവിടെയുള്ള പ്രശസ്തമായ ഒരു കത്തീഡ്രലാണ്, സെന്റ് ജോസഫ് കത്തീഡ്രൽ. അതാണ് ആ കത്തീഡ്രലിൻ്റെ പേര്. 1886 ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത്. റോമൻ കത്തോലിക്ക പള്ളിയാണിത്. ഒരു നിയോ ഗോത്തിക് സ്റ്റൈലിൽ പണിത പള്ളി. ഇത് ഫ്രഞ്ച് ഇൻഡോ ചൈന കൊളോണിയൽ കാലത്ത് പണിത പള്ളിയാണ്. വിയറ്റ്നാമിൻ്റെ ഒരു പാട്രൺ സൈൻ്റായ സെൻറ്റ് ജോസഫിൻ്റെ സ്മരണയ്ക്കാണ് ഈ പള്ളി സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ എന്ന് പേരിട്ടത്. പള്ളി ഇപ്പോൾ പുറത്തുനിന്ന് കാണാനേ കഴിയൂ. ഇനി ഡിന്നർ കഴിക്കണം. കൂട്ടത്തിലുള്ള കുറേ പേർ റെസ്റ്റോറൻറ്റിൽ ഇരിപ്പാണ്. ഭക്ഷണം കിട്ടാൻ കുറച്ച് സമയം കൂടി വേണം എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കുറച്ചുപേർ പുറത്തിറങ്ങി. തെരുവിൽ മുഴുവൻ ഭക്ഷണങ്ങൾ വിൽക്കുന്ന കടകളാണ്. ചെറുതും വലുതുമായ റെസ്റ്റോറൻറ്റുകൾ. വലിയ ഡക്കുകളെ പകുതി പാകപ്പെടുത്തി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളും തിരികെ റെസ്റ്റോറൻറ്റിലെത്തി. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോകും. നാളെ ഒരു ദീർഘയാത്രയാണ്, അതും ഒരു അടിപൊളി സ്ഥലത്തേക്ക്. സ്ഥലം ഇപ്പോൾ പറയുന്നില്ല, അത് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. വിയറ്റ്നാം യാത്രയുടെ 1ാം എപ്പിസോഡിന് ധാരാളം കമൻറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. കൂട്ടത്തിലൊരാൾ ആ നീലപ്പെട്ടി കിട്ടിയോ എന്ന് ചോദിച്ചിരുന്നു. കിട്ടി. കാണാതായ നീലപ്പെട്ടി ഇവിടെ തന്നെ പൊങ്ങി. അത് അന്ന് തന്നെ എയർലൈൻ അതോറിറ്റി ഇവിടെ എത്തിച്ചു. പിന്നെ ഇതുപോലുള്ള ഒരു നീലപ്പെട്ടി മറ്റൊരു സ്ഥലത്തും പൊങ്ങി. അത് നിങ്ങൾ കണ്ടു കാണും. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.